ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ ഭിത്തിയും ദ്വാരപാലക പാളികളും അഴിച്ച് ഇന്നലെ പരിശോധന നടന്നിരുന്നു. ഇന്നും കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനാണ് പരിശോധന. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും പരിശോധനകൾ നടക്കുന്നു. എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്ന തോന്നലാണ് നമുക്കൊക്കെ ഇപ്പോഴും ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി സാമ്പിളുകളായി ശേഖരിക്കാനുള്ളത്? വിശദാംശങ്ങൾ എന്താണ് അമൽ? ശബരിമല സ്വർണ്ണ SITയുടെ പരിശോധന തുടരുകയാണ്. ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തുള്ള പരിശോധനയാണ് നടക്കുന്നത്. പാളികൾ ഇളക്കി, ഇന്നലെ പാളികളൊക്കെ ഇളക്കിയിരുന്നു. പിറകുവശത്തെ പാളിയും ശ്രീകോവിലിന് പിന്നിലെ പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയുമാണ് ഇളക്കിയിരുന്നത്. ആ ഇളക്കിയ പാളികൾ ഒരു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നുമായിരിക്കും ഇനിയിപ്പോൾ സാമ്പിൾ ശേഖരണം നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ നടന്നിരുന്ന പരിശോധനയിൽ VSCയിൽ നടന്ന പരിശോധനയിൽ കൃത്യമായി തന്നെയുള്ള വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വ്യക്തത ഒരു കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ശേഖരിക്കാൻ പോകുന്ന സാമ്പിളുകൾ ബാബ റിസർച്ച് സെന്ററിലേക്ക് അടക്കം അയച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട IIT-കളിലേക്ക് അടക്കം അയച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തും. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ ഉണ്ടാകാത്ത വ്യക്തത ഇനിയിപ്പോൾ ഉണ്ടാകുന്ന പരിശോധനയിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിയത് മൂലം പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം ലഭിച്ച് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ ജാമ്യം ലഭിക്കും. അങ്ങനെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതിനാൽ തന്നെയാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു നീക്കം ഈ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന നടക്കുന്നത്. വിദഗ്ധ സംഘം അടക്കം SITക്കൊപ്പമുണ്ട്. അവർ പറയുന്ന ഈ പൊതിഞ്ഞിരിക്കുന്ന 98-ൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളിൽ പലയിടങ്ങളിലും പല വിധത്തിലാണ് അതിൻ്റെ കട്ടിയടക്കമുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ വിധത്തിലാണത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ തന്നെ SIT പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളൊക്കെ ശേഖരിക്കുന്നു. അങ്ങനെ ശേഖരിക്കുന്ന സാമ്പിളുകൾ ആണിപ്പോൾ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ നിന്നും ഇനിയിപ്പോൾ SIT അത് ശേഖരിച്ച് റിസർച്ച് സെൻ്ററുകളിലേക്കും അതോടൊപ്പം തന്നെ IIT-കളിലേക്കുമൊക്കെ അയച്ച് അതിൻ്റെ ഒരു പരിശോധനാ ഫലം വരുന്നതിനായി കാത്തിരിക്കാനാണ് സാധ്യത. ഇന്നുകൂടി ഈ പരിശോധന, ഇന്ന് വൈകുന്നേരം വരെ ഈ പരിശോധന തുടരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ആ സംഘം അവിടെയുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരിശോധന പൂർത്തിയാക്കി സന്നിധാനത്ത് നിന്നും സംഘം ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. മോദി, ശരി. വിശദ വിവരങ്ങൾ നൽകിയത് അമൽ തേനമ്പറമ്പിലാണ്. SITയുടെ പരിശോധന ഒരറ്റത്ത് നടക്കുന്നുണ്ട്.